നമസ്കാരം. മലയാളി വാർത്ത ഹെഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ബന്ദ് ബന്ദ് ബന്ദ്. ലോകത്തില് ബന്ദ് കണ്ടുപിടിച്ചത് മലയാളികളാണ്. പല കണ്ടുപിടുത്തങ്ങൾ പല രാജ്യങ്ങളിലൊക്കെ ഫേമസ് ആണ്. പക്ഷേ മലയാളികൾ കണ്ടുപിടിച്ചത് അറിയപ്പെടുന്നത് ബന്ദ് മാത്രമാണ്. അതായത് എങ്ങനെ മറ്റുള്ളവരെ പണിയെടുപ്പിക്കാണ്ടിരിക്കാം. എല്ലാ മാനേജ്മെന്റ് തിയറികളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിച്ച് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ കേരളക്കാർ പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ജോലി ചെയ്യിക്കാണ്ടിരിക്കാമെന്നുള്ള MBA. ഒരു MBA ഇതിന് കൊടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് ഇതിന് പേരിടാം, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഈ ബന്ദ് കൊണ്ട് നടത്തിയത് കൊണ്ട് ഒരു കാര്യസാധ്യതയില്ലെന്ന് കഴിഞ്ഞ 50-60 വർഷമായിട്ട് ഞാൻ ബന്ദ് കാണുന്നത്. അഖിലേന്ത്യാ ബന്ദുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഡൽഹിയിലോ ബാംഗ്ലൂരോ ബോംബെയിലോ പോയി ബന്ദിന്റെ ദിവസം ആരോടെങ്കിലും ബന്ദിന് പറഞ്ഞ് എന്ത് ബന്ധാ എന്താണെന്ന് ചോദിക്കുക വെച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. അവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഒരു ബന്ദ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. പണ്ട് ബംഗാളിലൊക്കെ കുറച്ച് പേര് കൂടുമായിരുന്നു, ത്രിപുരയിലും കൂടുമായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റുകളുള്ളിടത്ത് മാത്രം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. ആ ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റും പോയി അവിടെയും ബന്ദ് തീർന്നു. ഇപ്പൊ ഇത് ആചാരപൂർവ്വം കൊണ്ടാടുന്നത്, ഇപ്പോൾ ഈ ബന്ദ് ആചാരപൂർവ്വം കൊണ്ടാടുന്നത് മലയാളികൾ മാത്രമേ ഉള്ളൂ. കാരണം മലയാളികളുടെ സൈക്കോളജി വ്യത്യാസമുണ്ട്. മലയാളികൾ എങ്ങനെ പണിയെടുക്കാണ്ടിരിക്കാമെന്ന് ആലോചിക്കും. അപ്പൊ ഇവർക്ക് സഹിക്കത്തില്ല. ഈ അസൂയ എന്ന് പറയുന്നത്, അതും ഒരു ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ആണ് കൊടുക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി വേണ്ടത്. അസൂയക്ക് മറ്റുള്ളവർ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതാണെന്ന് ഇവർക്ക് സഹിക്കത്തില്ല. അങ്ങനെയാണ് കേരളത്തിൽ ഇൻഡസ്ട്രീസ് വളരാണ്ടിരുന്നത്. ഇൻഡസ്ട്രീസുകാർ ഇവരുടെ തീരുമാനങ്ങൾ പോണ, തൊഴിലാളികൾ പോണ, ഞാൻ തൊഴിൽ ചെയ്യുന്നു, അവൻ പൈസ ഉണ്ടാക്കുന്നു, മുതലാളി. അങ്ങനെ അതിനെതിരെ സമരം ചെയ്താണ് എല്ലാ വ്യവസായങ്ങളും തുടങ്ങിയത്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായമായിരുന്നു മാവൂർ ഗോളിയോ റൈൻസും ബിർളയുടെ. അത് 50 കൊല്ലം മുമ്പേ അടപ്പിച്ചു. എളമരം കരീമൊക്കെ ആയിരുന്നു അന്ന് അതിന് വേണ്ടി മുന്നിട്ട് നിന്നത്. എന്നുവെച്ചാൽ അവൻ പൈസ ഉണ്ടാക്കുന്നു, പൈസ കൊണ്ടുപോകണം ഇവിടുന്ന്, ഞാൻ അധ്വാനിക്കുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് മറ്റുള്ളവർ പണം ഉണ്ടാക്കുന്നത് സഹിക്കത്തില്ല, അവൻ അവൻ്റെ ബുദ്ധിയോടായിരിക്കും പണം ഉണ്ടാക്കുന്നത്. ആ പണത്തിന്റെ ഷെയർ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് തരുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അതല്ല, എനിക്ക് അത് മുഴുവൻ കിട്ടണം, അവനുണ്ടാക്കൽ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സമരം, ഈ ബന്ധം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നത്. പണം ഉണ്ടാക്കാനുള്ള ആർത്തി മൂത്തിട്ടാണ് ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നൂറ്റാണ്ടുകളായിട്ട് ഓടിയത്. സ്വന്തക്കാരും വീട്ടുകാരും ചാർച്ചക്കാരും അയൽവക്കംകാരൊക്കെ പണം ഉണ്ടാക്കുന്ന കണ്ട് സഹിക്കത്തില്ല, ഉടനെ ഓടും, അതിൽ കൂടുതൽ പണം ഉണ്ടാക്കും. ജോലി, ഇവിടെ സർക്കാർ ജോലി ഉള്ളവർ അവധി എടുത്തിട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 50 വർഷം മുമ്പ്. 5 വർഷത്തെ അവധി കൊടുക്കുമായിരുന്നു. ഇവിടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ടീച്ചേഴ്സും നഴ്സുമാരും സകലമാനൊരു 5 വർഷത്തെ അവധി എടുത്ത് പോകും. പണത്തിന്റെ വരവ് കൂടുമ്പം പിന്നെ അത് വിട്ടിട്ട് പോരാൻ പറ്റില്ല. പിന്നെ 5 വർഷം കൂടെ നീട്ടും, പിന്നെ 5 വർഷം കൂടെ നീട്ടും. അങ്ങനെ അവിടുന്ന് പ്രായമായി ഒരു 25 കൊല്ലത്തെ സർവീസും കഴിഞ്ഞ് ഇവിടെ വന്ന് റിട്ടയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ തൊഴിലില്ലാഞ്ഞിട്ടല്ല അവരൊക്കെ പോയത്, പണം ഉണ്ടാക്കാൻ. ആരെക്കാളും ഉണ്ടാക്കണം? നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ പെടുന്നവരെക്കാളും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ലേ അവനെ കൊണ്ട് ഉണ്ടാക്കിക്കരുത്. ഇതാണ് ഈ ബന്ദിൻ്റെ നടത്തുന്നതിൻ്റെ സവിശേഷത. ഇതിൻ്റെ അനുഭവിക്കുന്നവരോ, ആശുപത്രി പോകുന്നവർ പോലും വിടുന്നില്ല. ഗർഭിണികൾ ആംബുലൻസിൽ പോയാൽ ആംബുലൻസ് പ്രസവിക്കുന്ന അവസ്ഥ. മാരക ഹാർട്ട് അറ്റാക്ക് വന്നവരെ ആംബുലൻസിൽ കൊണ്ടുപോയാലും വഴി തടഞ്ഞിട്ട് അവരും മരിക്കുന്നു. ഇവരെന്ത് മനുഷ്യ സ്നേഹികളാണ്. ഇന്റർവ്യൂവിന് പോകുന്നവർ അതിന് വിടത്തില്ല. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എയർപോർട്ടിലും വന്ന് ഇറങ്ങുന്നവർ അവിടെ വൈകുന്നേരം വരെ ഇരിക്കുക. ഇത് ഏത് നാട്ടിലുള്ള, ലോകത്തേതെങ്കിലും ഒരു രാജ്യത്ത് ആർക്കെഴുതി ചൂണ്ടിക്കാണിക്കും? അത് 750 കോടി ജനങ്ങളുള്ളിടത്ത് ഈ 3 കോടി ജനങ്ങളുള്ള ഇവിടെയാണ് ഇത്തരം തമാശകൾ കൈകാര്യം ചെയ്യുക. കാരണം ഇവിടെയുള്ള മനുഷ്യരങ്ങനെയായി. എല്ലാവരുടെയും സൈക്കോളജി സെയിം, മജോറിറ്റി. അതാണല്ലോ ഇത് നിലനിൽക്കുന്നത്. ഇതിന് മജോറിറ്റി എതിരായിരുന്നെങ്കിൽ ഇത് പണ്ടേ അസ്തമിച്ചു പോയത്. മജോറിറ്റി നമ്മുടെ മലയാളികളുടെ സൈക്കോളജിയാണ് ഇത്. എന്നാൽ തൊഴിലാളികൾ ആരും പോകരുതെന്ന് പറയുന്ന ഇവര്
ഇവർ തൊഴിൽ ചീഫ് സെക്രട്ടറി ജോലിക്ക് പോയി, IAS പോയി, മന്ത്രി ശിവൻകുട്ടി ഇതാ നടന്ന് ഓഫീസിലേക്ക് പോകുന്നു. ഇതെന്ത് തമാശയാ? അവർക്ക് ജോലി ചെയ്യണം, പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ജോലികളിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം, ബാക്കിയുള്ളവരൊന്നും ചെയ്യണ്ട, താഴെയുള്ളൂ. ഇവർ തൊഴിലാളികൾക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുള്ളത്? കേന്ദ്ര തൊഴിൽ നയം എന്താണെന്ന് ഇവർ പറയുന്നില്ല. ഈ സമരം ചെയ്യുന്നവർക്ക് പറയും തൊഴിൽ നയത്തിനെതിരെ, തൊഴിലില്ലായ്മ, നമ്മളൊക്കെ തൊഴിലില്ലാതായി. പൊരുത്തം പറയുന്നത് കേട്ട് ടി വി, നമുക്കൊക്കെ തൊഴിലില്ലാതായി പോകുന്നേ. അവനെ തൊഴിലില്ല, അവന് ഉള്ളത് ഈ ഡെയിലി വേജ് പോണ പണിക്കാ. അവന്റെ തൊഴിൽ എങ്ങനെ ഇല്ലാതാകുന്നത്? പിന്നെ ആരുടെ തൊഴിലായി ഇല്ലാതായെന്ന് ഇവരാരും ചൂണ്ടിക്കാണിക്കും. കേന്ദ്ര തൊഴിൽ നയം, ഞാൻ കേന്ദ്ര ഗവൺമെന്റ് 10-40 കൊല്ലം കണ്ടിട്ടുണ്ട് തൊഴിൽ നയത്തിനെതിരായിട്ട്. എന്നിട്ട് ഇവരിവിടെ ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന നഴ്സുമാർക്ക് വേണ്ടി ഇവരെന്തോ ചെയ്ത്? നഴ്സുമാർ സമരം ചെയ്തപ്പോൾ ഇവർ മുതലാളികളുടെ പക്ഷത്തിലേ കൂടിയേ. മുതലാളികളുടെ പോക്കറ്റ് നിറഞ്ഞവരെ കാണുമ്പോൾ ഇവർക്ക് തൊഴിലും ഇല്ല, തൊഴിലാളി ബോധവും ഇല്ല, സമരവും ഇല്ല. നമ്മുടെ കീശയിലോട്ട് പണം വന്നില്ലെങ്കിൽ അവനവിടെ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വിവരം ഉള്ള എന്ന് പറഞ്ഞ എല്ലാവരുടെയും വിചാരം അവർ ഭയങ്കര ചിന്താശക്തി ഉള്ളവരാണ്, റാഷണലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്ന അറിവ് അവരുടെ അറിവല്ല. നൂറ്റാണ്ടുകളായിട്ട് ഓരോരുത്തർ കണ്ടുപിടിച്ചതും പറഞ്ഞതും പുസ്തക രൂപത്തിൽ അടിച്ച് നമുക്ക് തരുന്നു, നമ്മളത് മങ്കപ്പ് ചെയ്യുന്നു, റിപ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ നോളജ് നമ്മുടെ അല്ലായിരുന്നു, അത് വേറുള്ളവരുടെ ആയിരുന്നു. മറ്റുള്ളവരുടെ ഒരു അറിവ് നമ്മളും കൂടെ സ്വായത്തമാക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് റാഷണലായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പാർട്ടിക്കാർ ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ കേരളത്തിൽ വിദ്യാഭ്യാസം കുറവായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. വിദ്യാഭ്യാസം കൂടി ഇപ്പോൾ എല്ലാം വായിക്കാൻ പറ്റും, പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ മാറ്റാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തുന്ന ഏതെങ്കിലും രാജ്യത്ത് ബന്ധമുണ്ടോ? നിങ്ങൾ ആലോചിക്കും. ചൈനയിൽ ബന്ധില്ല. ബന്ദ് ചെയ്താൽ എന്ത് പറ്റും? ടാങ്ക്, പാറ്റൻ ടാങ്ക് കയറ്റി ഇറക്കും. 10-40 കൊല്ലം മുമ്പ് അവിടെ സമരം ചെയ്ത് പീക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തു. എന്തു പറ്റി? 10,000-കണക്കിന് ഡെഡ് ബോഡീസ് അവിടെ നിന്നുണ്ട്. 10,000-കണക്കിന്. അവിടെ തോക്കുകൊണ്ട് വെടിവെക്കാനൊന്നും മെനക്കെട്ടില്ല. എത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളല്ലേ സമരത്തിന് വരുന്നത്. തോക്കുകൊണ്ട് എത്ര പേരെ കൊല്ലാൻ പറ്റും? അതുകൊണ്ട് ടാങ്ക് നിരത്തി അങ്ങ് വിട്ടു, പിന്നോട്ട് കയറി ഇറങ്ങി അങ്ങ് പോയി. അത് പിന്നെ 40 കൊല്ലമായിട്ട് ചൈനയിൽ സമരം നടന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. നോർത്ത് കൊറിയ കമ്മ്യൂണിസ്റ്റ് ഭരണം, അവിടെ സമരമുണ്ടോ? ഇല്ല. സോവിയറ്റ് യൂണിയന് സമരമുണ്ടോ? ഇല്ല. എവിടെ ഈ സമരമുള്ളത്? ഈ ജനാധിപത്യ രാജ്യങ്ങൾ, എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളിൽ എല്ലാവർക്കും കയറി മേയാനുള്ള ഒരു അവസരമുണ്ട്. ഈ മേയാൻ വിടുന്നതാണ് കുഴപ്പം. ഇവർ ഇന്ന് കണ്ടില്ലേ, സമരം ചെയ്തപ്പോൾ സമരം ചെയ്യാത്തവരുടെ മേൽ മേയുന്നേ. ഈ സ്വാതന്ത്ര്യം മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടത്തില്ല. ഗൾഫ് മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ സമരം? ഗൾഫ് രാജ്യങ്ങളിലോ ഇറാനിലോ ആർക്കെങ്കിലും സമരം ചെയ്യാൻ പറ്റും? ഇല്ല. ഈ ജനാധിപത്യം ഉള്ളിടത്താണ് ഇവരുടെ തോന്നിയാസം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പരിഹാരം എന്തോ ഉള്ളത്? പരിഹാരം അവിടുത്തെ രീതിയിലുള്ള ഭരണം ഇവിടെ ആക്കുക എന്നുള്ളതാണ്. മലയാളികളുടെ സൈക്കോളജി പഠിക്കാനായിട്ട് ഒരു സോഷ്യൽ സംഘടനകളും ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുന്നില്ല. എന്തുകൊണ്ടിങ്ങനെ അട്ടിമറി സമരം, അല്ലാത്ത ബന്ദ് സമരം, പിന്നെ സ്തംഭിപ്പിക്കും എന്നും പറഞ്ഞ് എല്ലാ വ്യവസായശാലകളിലും പിന്നെ പോയി സ്തംഭിപ്പിക്കുക. ഇതെന്തുകൊണ്ട് ഈ മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും എന്നുള്ളതിനെ പറ്റി സോഷ്യലായിട്ട് സ്റ്റഡി നടത്തേണ്ടതാണ്. ഗവേഷണ സ്ഥാപനങ്ങൾ MSW ഒക്കെ പഠിപ്പിക്കുന്നവർ ഇതിനെപ്പറ്റി ഒരു സർവേ നടത്തണം. ചോദ്യാവലിയോട് ജനങ്ങളുടെ അഭിപ്രായം അറിയണം. വാട്ട് ടു മേക്ക് യു ടു ഗോ അഗൈൻസ്റ്റ് ഫെലോമെൻ. മറ്റുള്ളവർ ആശുപത്രി പോവുകയാണെങ്കിലും വിടാതിരിക്കുക, പരിക്ക് പറ്റിയവർ വിടാതിരിക്കുക, ഗർഭിണികളെ വിടാതിരിക്കുക, വണ്ടികൾ എറിഞ്ഞു തകർക്കുക. നിങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നു, അവരാരെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുന്നു? ഈ ആശാ വർക്കർമാർ നീതിക്ക് വേണ്ടി അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. അവരെ ഏതെങ്കിലും ബാക്കിയുള്ളവരെ തടയുന്നുണ്ടോ? ഇല്ലല്ലോ. അവരെന്തെങ്കിലും എറിഞ്ഞ് നശിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ സമരം കേന്ദ്ര ഗവൺമെന്റിനെതിരാണ്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു കുത്തിയിരുന്നു മുദ്രാവാക്യം വിളിക്കുക. അല്ലാതെ ഈ സാധാരണ ജനങ്ങളെ, ഇന്ന് പച്ചക്കറി വിറ്റ് ജീവിക്കുന്നവർക്ക് അവരുടെ പച്ചക്കറിയൊക്കെ ചീഞ്ഞു പോകും. മീൻ വിറ്റ് ജീവിക്കുന്നവർ ഈ ഐസിൽ കെട്ടി അഴുകിയ മീനായിരിക്കും നാളെ കൊണ്ടുവന്ന് അത് വിറ്റ് എല്ലാവർക്കും കൊടുക്കുന്നത്. മറ്റുള്ള തൊഴിലാളികൾ, സ്വയം തൊഴിലുള്ളവർ,
കൈകൊണ്ട് അധ്വാനിക്കുന്നവർ, ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, ഇവർക്കൊക്കെ ഓട്ടം കിട്ടുന്നു. അപ്പോൾ കോവിഡിനേക്കാളും മഹാമാരകമാണ് നമ്മുടെ ഈ വ്യവസ്ഥിതി കേരളത്തിൽ. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ ഈ അസുഖം. മറ്റുള്ളവർക്കും ഉണ്ടെങ്കിൽ അത്രയും അവർ എറിഞ്ഞു തകർക്കാനൊന്നും അത്രയും പോകത്തില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ ഇവിടെ ബന്ധം നടത്താറുണ്ട്. എന്നുവെച്ചാൽ അത് നമ്മുടെ സംസ്കാരമായി. പക്ഷെ അവരുടേത് തന്നെ മറ്റുള്ളവർ ഇത്രയും നശിപ്പിക്കാറില്ല. ഇവർ ട്രാൻസ്പോർട്ട് ബസ് എറിഞ്ഞ് തകർക്കുന്നു, ഡ്രൈവർമാരെ പിടിച്ച് തല്ലുന്നു, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെ തല്ലുന്നു, ഒരു ഗോഡൗണിൽ ആരും കാണാതെ ഒരു പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരുത്തിനെ അവിടുന്ന് അടിച്ചിറക്കുന്നു. സിമ്പിൾ തെമ്മാടിത്തരം. അത് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉള്ള ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ വകതിരിവ് കൊണ്ട്. വകതിരിവില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാർട്ടിക്കാരൊന്നും ഇവിടെ സസ്റ്റെയിൻ ചെയ്യത്തില്ല, ഇവിടെ നിലനിൽക്കത്തില്ല. ഇപ്പം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പോയ പോലെ ഇല്ലായ്മ ആയിപ്പോയത്. എനിക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് അത്രയും കൂടെ വകതിരിവില്ല. തിരിവുണ്ട്, വകതിരിവില്ല. അത് അറിവുണ്ട്, തിരിച്ചറിവില്ല. അതാണ് ഇതിൻ്റെ കാരണം. ഈ സമരം ചെയ്തുകൊണ്ട് ആരെങ്കിലും നയം മാറ്റുക? കഴിഞ്ഞ 50 വർഷമായിട്ട് സമരങ്ങൾ 50-60 വർഷമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ കാലാകാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബി ജെ പിയും കൂടും, ഇവരെല്ലാവരും കൂടെ നാഷണൽ ഫ്രണ്ട് സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ എഫക്റ്റീവായിട്ടുള്ള ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. എന്നിട്ട് ഇവിടെ ആരും ഒരു തൊഴിൽ നയവും മാറ്റാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ഇവർക്ക് തന്നെ ഒരു തൊഴിൽ നയമില്ല. തൊഴിലാളികൾക്ക് വേജസും കൊടുക്കും. ഇവരാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ, അതായത് ഭരിക്കുന്നവർ മറ്റേ നമ്മളല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് കൂടെ നിൽക്കാനും കുറേ പേര് തൊഴിലില്ലാതെ നടക്കും. എന്താ കിട്ടുന്നതെന്ന് അവർക്കറിയത്തില്ല. ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോയി അവരെന്ത് വലിയ ആളാവുന്ന അവരുടെ വിചാരം. ഒരു സാഡിസ്റ്റ് ചിന്താഗതിക്കാർ. ഇനി ഇവിടെ തെമ്മാടിത്തരം കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളില്ലാതാവും. ഈ അവിടെ തൊഴിൽ ചെയ്തവരെ അയച്ചു കൊടുക്കുന്ന പൈസയ്ക്കാണ് ഇവിടെ തൊഴിലില്ലാതെ നിൽക്കുന്നവർ ജീവിക്കുന്നത്. അപ്പം അത് കണ്ടിട്ടാണ് ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ തടസ്സപ്പെടുത്താൻ പോകുന്നത്. അപ്പം അവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാതായി ഇവിടെ പട്ടിണി ആയിക്കോളും. പട്ടിണിയാകുമ്പോൾ ഇവർക്ക് അധ്വാനിക്കാൻ പോയില്ലെങ്കിൽ വയറ്റിലോട്ട് വല്ലതും ചെയ്യും. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലില്ലാതാകുക എന്നുള്ളതേ ഉള്ളൂ. അതുകൂടെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വരിക എന്നാൽ ഇപ്പം ആയാലും കുറേ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് കംപ്ലീറ്റ് ഇല്ലാതാകും. ഇത്തരം പാർട്ടികൾക്ക് സമൂഹത്തിൽ നിലനിൽക്കാനുള്ള യാതൊരു അവകാശവും. കാരണം ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് നല്ല വേതനം കൊടുക്കട്ടെ അവർ, നഴ്സുമാർക്കും ആശാ വർക്കേഴ്സിനും ഒക്കെ. ഇവിടെ ഉത്പാദനം നടത്തുന്ന ഫാക്ടറികളിലെ അവർക്ക് ഇല്ലാതാക്കുന്ന സമരത്തിന് പകരം അത് കൂടുതൽ വന്ന് ഇവിടെ പുഷ്ടിപ്പെടുത്താൻ നോക്കട്ടെ. ലോകത്തിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ തൊഴിലന്വേഷിച്ച ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. ഇവിടുന്ന് ഈ മലയാളികൾ ലോകം മുഴുവൻ അലിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ജോലിക്ക് വേണ്ടി. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് ജോലിക്ക് ഇങ്ങോട്ട് വരട്ടെ. ഇവരിത്തരം മേന്മയുള്ള മിടുക്കന്മാരാണെങ്കിൽ ഇവിടെ അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കാലാവസ്ഥ ഉണ്ടാക്കട്ടെ. ലോകത്തു നിന്നുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരിക തൊഴിൽ. ഇവിടെ സ്വർഗമാണ്. സ്വിറ്റ്സർലൻഡിൽ പോകുന്നവർ. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. സ്വിറ്റ്സർലൻഡിലോട്ടൊക്കെ മനുഷ്യർ പോകുന്ന പോലെ ഇങ്ങോട്ട് വരുത്തണം. അവിടെയാണ് മിടുക്ക്. ഇത് മിടുക്കല്ല, ഇത് തൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്. നന്ദി, നമസ്കാരം.